തൃശൂർ നഗരത്തെ ഇളക്കിമറിച്ച് സാന്താക്ലോസുമാർ അണിനിരക്കുന്ന ബോൺ നതാലെ നഗരവീഥികളിൽ ചുവപ്പ് പടർത്തി പാപ്പാഞ്ഞിമാരും സംഘവും ആടിയും പാടിയും തിമിർക്കുകയാണ്. ക്രിസ്മസ് പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്നാണ് സാന്താക്ലോസ് റാലിയും ഘോഷയാത്രയും സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, ഫ്ളാഗ് ഓഫ് കഴിഞ്ഞു. പ്രവിധ ഫ്ളാഗ് ഓഫ് ആയിരിക്കുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് മന്ത്രി കെ രാജനുണ്ട്, അതോടൊപ്പം തന്നെ മേയറുണ്ട്, ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുണ്ട്. എല്ലാവരും ഇതിന്റെ മുന്നിൽ അണിനിരക്കുന്നതാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെല്ലാവരും മന്ത്രി ആർ ബിന്ദു ഉണ്ട്. അവരെല്ലാവരും ബോൺ നത്താലയുടെ മുൻനിരയിൽ, അതായത് തൃശൂർ പൗരാവലിയുടെ പ്രതികൾ അക്ഷരാർത്ഥത്തിൽ ബോൺ നത്താലയുടെ മുന്നിൽ അണിനിരന്നിരിക്കുന്നു. ഇതിന് തൊട്ടു പിന്നിൽ പാപ്പാമാരടക്കം സജ്ജമായി നിൽക്കുന്നുണ്ട്. റോഡിന്റെ പുറകിലെ ദൃശ്യങ്ങൾ നമുക്ക് ആകാശ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാവുന്നതുള്ളൂ. ഇതിന് പുറകിൽ പാപ്പാമാരടക്കം സജ്ജമായി നിൽക്കുന്നു. 15,000-15,000 വരുന്ന പാപ്പാമാരാണ് തൃശൂർ നഗരം കീഴടക്കാൻ വേണ്ടി സജ്ജമായി നിൽക്കുന്നത്. അവർക്ക് മുന്നിലാണ് തൃശൂർ പൗരാവലിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ തൃശൂർ അതിരൂപതയുടെ അമരക്കാരടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ഘോഷയാത്ര. അതായത് ബോൺ നത്താലയുടെ വലിയ ആവേശം അലതല്ലുന്ന കാഴ്ചയാണ് നമുക്ക് തൃശൂരിൽ ഉടനീളം കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ സ്വരാജ് റൗണ്ടിലേക്കൊരു ചെങ്കടൽ ഒഴുകുകയാണ്. സെന്റ് തോമസ് കോളേജ് റോഡിലൂടെ ഒരു ചെങ്കടൽ സ്വരാജ് റൗണ്ടിലേക്ക് ഒഴുകി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വിവിധ ഇടവകകളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആളുകളാണ്, പാപ്പാമാരാണ് ഇതിന്റെ ഭാഗമാകുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ചില വ്യത്യസ്തതകൾ ഇത്തവണയും ഇക്കുറിയും കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. വീൽ ചെയറിലെത്തുന്ന പാപ്പാമാരുണ്ട്, അതോടൊപ്പം തന്നെ സ്കേറ്റ് ചെയ്തെത്തുന്ന പാപ്പാമാരുണ്ട്. അങ്ങനെ തുടങ്ങി വ്യത്യസ്ത തരം വേഷങ്ങളിലെത്തുന്ന പാപ്പാമാരടക്കം ഇതിന്റെ ഭാഗമായി, ബോൺ നത്താലയുടെ ഭാഗമായി അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെയും കൗതുകം. അതായത് ഒരു പതിറ്റാണ്ട് മുമ്പ് ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലക്ഷ്യമിട്ട് തുടങ്ങിയ ഒരു ബോൺ നത്താല അത് പിന്നീട് തൃശ്ശൂരിന്റെ ഹൃദയത്തിന്റെ ആവേശമായി മാറുന്നു. അതായത് പൂരവും പുലിക്കളിയും എല്ലാം പോലെ തന്നെ തൃശ്ശൂരുകാരുടെ വികാരമായി ബോൺ നത്താല മാറുന്ന കാഴ്ചയാണ് നമ്മളെല്ലാവരും കണ്ടത്. അത് തന്നെയാണ് ഈ ബോൺ നത്താലയ്ക്ക് തുടക്കമാകുമ്പോൾ ഈ സ്വരാജ് റൗണ്ടിന് സമീപത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. നമുക്കും ആ ആവേശം കൃത്യമായി പ്രകടമാകുന്നുണ്ട്. 15,000-ലധികം വരുന്ന പാപ്പാമാരാണ് തൃശ്ശൂരിന്റെ പ്രൗഢി വിളിച്ചോതിക്കൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് ചുവട് വെച്ചെത്തുന്നത്. വിവിധ ഇടവകകളിൽ നിന്ന് ആഴ്ചകളായുള്ള പരിശീലനമാണ്. അതിൽ അവർ ചിട്ടപ്പെടുത്തിയെടുത്ത സ്റ്റെപ്പുകളുണ്ട്. ആ ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ ഒന്നിച്ച് ചുവട് വെച്ചാണ് അത് ഈ കുരുന്നുകൾ മുതൽ മുതിർന്നവർ വരെയുള്ള പാപ്പാമാരുണ്ട്, പ്രായമായ പാപ്പാമാർ വരെയുണ്ട്. അവരെല്ലാവരും ഒന്നിച്ചണിനിരന്നുകൊണ്ടുള്ള ഒരു ക്രിസ്മസ് ആഘോഷം, ഒരു ബോൺ നത്താല ആഘോഷമാണ് ഇക്കുറിയും നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ആവേശം അത് നമുക്ക് പ്രകടമാകുന്നു. എനിക്ക് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഓരോ സംഘങ്ങളും അണിനിരന്നിരിക്കുന്നു, അവർ ചുവട് വെച്ചിരിക്കുന്നു. അതിന്റെ ആകാശ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ആകാശ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഓരോ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ആദ്യം വരുന്നത് കുന്നംകുളമാണ്, രണ്ടാമത് ചെമ്പൂക്കാവാണ്, മൂന്നാമതും നാലാമതുമുള്ള സംഘങ്ങളെല്ലാം തന്നെ നിലവിൽ ഈ ജനറൽ ഹോസ്പിറ്റലിന് സമീപത്തു കൂടി പോകുന്ന റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വലിയ ആവേശത്തോടു കൂടിയുള്ള ഒരു ബോൺ നത്താല ആഘോഷമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ മന്ത്രി കെ രാജൻ ഫ്ളാഗ് ഓഫ് ചെയ്തിരിക്കുന്നു. ഇനി സ്വരാജ് റൗണ്ടിലേക്ക് ഒരു 50 മീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത്. 50 മീറ്റർ ദൂരം കൂടി കഴിഞ്ഞാൽ ഈ പാപ്പാമാർ സ്വരാജ് റൗണ്ട് കീഴടക്കി തുടങ്ങും. രാത്രി 8 മണി 8:30 വരെ നീളുന്നതാണ് ഈ പാപ്പാമാരുടെ യാത്ര എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അത്രമാത്രം ആളുകൾ അണിനിരക്കുന്നു. 15,000-ലധികം ആളുകൾ ഈ സ്വരാജ് റൗണ്ടിനെ വലം വെച്ചെത്താൻ മണിക്കൂറുകൾ എടുക്കുമെന്നുള്ളത് തന്നെയാണ്. 8:30-ക്കായിരിക്കും ഇതിന്റെ സമാപനം വീണ്ടും ഇതേ സ്ഥലത്ത് നടക്കുക. അത്രമാത്രം ജനക്കൂട്ടം അല്ലെങ്കിൽ ജനാരവം പാപ്പാമാർ ഇതിൽ അണിനിരക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വലിയ ആവേശമാണ് എല്ലാ കോണിലുമുള്ളത്. പ്രവിധ, തീർച്ചയായും സൂരജ്, തൃശൂർ നഗരത്തെ ചുവപ്പണിയിച്ചുകൊണ്ടാണ് പാപ്പാഞ്ഞിമാർ നഗരത്തെ കീഴടക്കിക്കൊണ്ടിപ്പോൾ റാലിയിൽ പങ്കെടുക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രത്യേകത. അങ്ങനെ വർണ്ണാഭമായ കാഴ്ചയാണ് തൃശൂർ നഗരത്തിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. സൂരജ് സജി ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സൂരജ്, ഇതൊരു ആഘോഷം എന്നതിനപ്പുറം ചില സന്നദ്ധ പ്രവർത്തനവും കൂടി ഇതിനോടൊപ്പം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ബോൺ നത്താലയിൽ പ്രഖ്യാപിച്ച വീടുകളുടെ താക്കോല് നൽകും, ഒപ്പം തന്നെ പുതിയ വീടുകൾ പുതുവർഷത്തിൽ പണിയാൻ തുടങ്ങും. ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി ഉണ്ടല്ലേ ഇതോടൊപ്പം? തീർച്ചയായും പ്രവിധ, അതായത് ഈ ബോൺ നത്താല ആഘോഷം എന്നത് തീർത്തും ആഘോഷം മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരു സന്നദ്ധ പ്രവർത്തനം കൂടി ഇവർ ലക്ഷ്യം വെക്കുന്നുണ്ട്. അത് ഓരോ ബോൺ നത്താല കഴിയുമ്പോഴും
കൃത്യമായ വീടുകൾ പ്രഖ്യാപിക്കുന്നു, ആ വീടുകൾ നടപ്പാക്കി കൊടുക്കുന്നു, അല്ലെങ്കിൽ വീട് പണിത് കൊടുക്കുന്നു. ഇന്ന് അതിന്റെ താക്കോൽ കൈമാറ്റം അടക്കം നടക്കുന്നുണ്ട്. ഇതിന്റെ മുൻവശത്തെ ഏറ്റവും മുൻവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻവശത്ത് ഓരോ വർഷത്തെയും, അതായത് 11 വർഷത്തെ പ്രതികരിച്ചുകൊണ്ട് 11 എന്നെഴുതിയ നമ്പറോട് കൂടിയുള്ള ഒരു നിശ്ചല ദൃശ്യം തള്ളിക്കൊണ്ടാണ്, ഒരു മിനിയേച്ചർ തള്ളിക്കൊണ്ടാണ് ഈ മുൻവശത്തു കൂടി കടന്നു പോകുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പൗരാവലിയെ പ്രതികരിച്ചുകൊണ്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളും അതോടൊപ്പം തന്നെ തൃശൂർ അതിരൂപതയുടെ പ്രതിനിധികളും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള, തൃശൂർ അതിരൂപതയുടെ പ്രതിനിധികളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള വലിയ യാത്ര അത് നടക്കുന്നത്. അതിന് പിന്നിലാണ് 15,000-ഓളം വരുന്ന പാപ്പാമാർ. അവർ ഒരേപോലെ പാട്ടിന് ചുവട് വെച്ചതാ നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് കുറച്ചുകൂടി വിനേഷ് ബാബുരാജിന്റെ പുറകിലേക്ക് പാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും. സ്കേറ്റിങ്ങിലുള്ള പാപ്പാമാരാണ്, സ്കേറ്റ് ചെയ്തുകൊണ്ടുള്ള പാപ്പാമാർ വരുന്നു. അങ്ങനെ വ്യത്യസ്ത തരം, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ പല വ്യത്യസ്തതകളും ഇതിൽ പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതാണ്. ആ വ്യത്യസ്തത നമുക്ക് ഇവിടെ പ്രകടമാകുന്നു ചെയ്യുന്നുണ്ട്. നമുക്ക് ഇവരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി ഇത് സ്കേറ്റ് ചെയ്ത് വരുന്ന കുഞ്ഞു പാപ്പ. എവിടെന്ന് പാപ്പ? എവിടെന്ന്? ഹലോ, ഞാൻ വടൂക്കരയെന്നാണ്, തൃശ്ശൂര് സെന്റ് ജോസഫ് സ്കൂൾ കുരിയച്ചിറ എന്ന് പറഞ്ഞവരാണ്. എവിടെന്ന് ഈ കുഞ്ഞു പാപ്പ വരുന്നത്? കുരിയച്ചിറ സെന്റ് ജോസഫ്. എത്ര കാലമായി സ്കേറ്റിംഗ് പഠിക്കണു? 2 കൊല്ലം. അതാണ് പ്രവിധ. അതായത് ഓരോ വ്യത്യസ്ത തരം പാപ്പകളുണ്ട്, സ്കേറ്റിംഗ് ഉണ്ട്, അങ്ങനെ തുടങ്ങി ഏതൊക്കെ തരത്തിൽ വ്യത്യസ്തതകൾ വരുത്താൻ കഴിയും. അതായത് ഈ സ്കേറ്റിംഗ് പാപ്പാമാർ തന്നെ 100-ലധികം ഉണ്ട് എന്നുള്ളതാണ്. അത് എണ്ണി തിട്ടപ്പെടുത്താനൊന്നും നമുക്ക് പറ്റുന്നതല്ല. അത്രമാത്രം സ്കേറ്റിംഗ് പാപ്പാമാരുണ്ട്. ഒരു 100-ലധികം പാപ്പാമാർ ഈ സ്കേറ്റിംഗിൽ മാത്രമുണ്ട്. വീൽ ചെയറിലെത്തുന്ന പാപ്പാമാരുണ്ട്. അതായത് ഒരു തരത്തിലും പുറത്തിറങ്ങാതെ, അതായത് ഈ ശാരീരിക പ്രശ്നങ്ങളെ തുടർന്ന് പുറത്തിറങ്ങാതെ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടി വരുന്നവരെ ചേർത്ത് നിർത്തുക എന്നുള്ള ആശയമാണ് ഈ വീൽ ചെയറിലുള്ള പാപ്പാമാരെ കൊണ്ട് ലക്ഷ്യം വെക്കുന്ന. തീർച്ചയായും അത് മനസ്സിന് കുറച്ചുകൂടി സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് സൂരജ്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഘോഷയാത്രയാണ് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത. സാധാരണ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആളുകൾ മാത്രമാണ് ഇത്തരം ആഘോഷത്തിലൊക്കെ പങ്കെടുക്കാറുള്ളത്. എന്നാൽ അതേ എനർജിയോടുകൂടി വീൽ ചെയറിൽ വന്നിരിക്കുന്ന അംഗപരിമിതരെയും നമുക്കിതിൽ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും തൃശ്ശൂർ നഗരത്തെ ചുവപ്പണിയിച്ചുകൊണ്ട് ആ ആഘോഷം അതിങ്ങനെ നടക്കുകയാണ്. കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ, അതോടൊപ്പം മുതിർന്നവരും അമ്മമാരും എല്ലാവരും പങ്കെടുക്കുന്ന ഒരു റാലി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട്. എന്തായാലും സാന്താക്ലോസ് റാലിയും ഘോഷയാത്രയും 4:30 കൂടിയാണ് ആരംഭിച്ചത്. അതിന്റെ ഫ്ളാഗ് ഓഫ് അല്പസമയം മുൻപ് മന്ത്രി കെ രാജൻ നിർവഹിക്കുകയും ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, തൃശ്ശൂർ നഗരത്തിൽ ആകെ ആഘോഷമാണ്. അവിടെ ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കുന്നത്. നിഖിൽ, ഇപ്പോൾ ഏത് ടീമിന്റെ കൂടിയാണ്? ഇപ്പോഴെന്താണ് നിഖിലിന്റെ കൂടെയുള്ള ടീമിന് പറയാനുള്ളത്? എത്രത്തോളം സന്തോഷത്തിലാണ് അവരെല്ലാവരും? അവരിങ്ങനെ പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രവിധ. ക്രിസ്മസ് ആഘോഷത്തിന്റെ ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകൾ വരണമെങ്കിൽ ഇവിടെ അല്ലാതെ മറ്റെവിടെ പോകുമെന്നാണ് നമ്മൾക്കിത് കാണുമ്പോൾ നമുക്കും തോന്നുന്നത്. നമ്മുടെ പ്രേക്ഷകരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഞാനുള്ളത് സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. പൊളി ശരി, അത്താണി എന്നുള്ള ടീമാന്നാ പറയുന്നത്. ോടൊപ്പം ഇവിടെ നിന്ന് സാന്റയെ കണ്ട് അനുഗ്രഹമൊക്കെ വാങ്ങി സാന്റയുടെ ആശംസകളൊക്കെ മേടിച്ചുകൊണ്ട് അവർ ഇറങ്ങുകയാണ്. അവരങ്ങ് സ്വരാജ് നഗറിലേക്ക് ഇറങ്ങുകയാണ്. സേക്രഡ് ഹാർട്ട്സ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്രവിധ ഞാനുള്ളത്. ഇവിടെയാണ് ഈ സംഘങ്ങളൊക്കെ ഒരുങ്ങിയിരുന്നത്. അവരുടെ തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിരുന്നത് ഇവിടെ വെച്ചാണ്. ഇവിടെ നിന്ന് അവർക്ക് കൃത്യമായ നിർദ്ദേശം കിട്ടുന്നതിനനുസരിച്ചാണ് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരൊക്കെ ഇങ്ങനെ വളരെ ആവേശത്തിൽ ആർത്തുല്ലസിച്ച് ബഹളം വെച്ച് അവിടെ ചെന്ന് നിരത്തിൽ, അതായത് സ്വരാജ് റൗണ്ടിൽ അവർ കാണിക്കാൻ പോകുന്ന വലിയ പ്രകടനത്തിന്റെ ഒരു മിനി വെർഷനൊക്കെ കാണിച്ചുകൊണ്ട് ഇവിടുന്ന് അവിടേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ് പോവാൻ വേണ്ടി. ഈ കുഞ്ഞു പാപ്പാഞ്ഞിമാരെ സാന്റ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കൈവീശി കാണിച്ചവരെ ആശംസകളൊക്കെ പറഞ്ഞു വിടുന്നുണ്ട്. ഇതിൽ ആരാണ് ഏറ്റവും മികച്ചതെന്ന് സാന്റയ്ക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഒരു രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എല്ലാരും ഒന്നിനൊന്ന് മെച്ചമാണ്. എങ്ങനെയുണ്ട് സാന്റ പ്രാവശ്യം കേരളത്തിൽ വന്നിട്ട്? സാഹചര്യങ്ങളൊക്കെ അടിപൊളിയാണോ? അടിപൊളി. ക്രിസ്മസ് കഴിഞ്ഞിട്ട് സാന്റ പോയിട്ടില്ല. സാന്റ ഇനി പുതുവർഷം കഴിഞ്ഞിട്ടേ പോവുള്ളൂ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാ ഓരോ ടീമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്ന മുറയ്ക്കാണ് പുറത്തേക്ക് പോകുന്നത്. നേരത്തെ അറിയിച്ചത് പ്രകാരമാണെങ്കിൽ 5:03 ഫ്ലാഗ് ഓഫ് ഉണ്ടാകുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. അല്പസമയം ഒരു ചെറിയൊരു വൈകലുണ്ട്. ഇതിപ്പോ അവിടെ ചെന്ന് കാണിക്കാനുള്ള എന്റെ ഒരു പ്രകടനത്തിന്റെ ഒരു മിനി വെർഷൻ. ഇപ്പൊ ഇതാ ഇവരിങ്ങനെ അടിച്ചു പൊളിച്ച് ക്രിസ്മസ് ആഘോഷം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുന്നു തൃശ്ശൂരുകാരുടെ. അതിനു വേണ്ടിയിട്ട് സ്വരാജ് റൗണ്ടിലേക്ക് പോവുകയാണ് ഓരോ സംഘങ്ങളായിട്ട്. അവരെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് വോളണ്ടിയർമാർ ഇവിടുന്ന് കടത്തിവിടുന്നു. ഇപ്പൊ ഞാനുള്ള ഈ വരുന്ന കുട്ടി എനിക്ക് തൊപ്പി തരാന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ല. എന്താ എന്നോട് തരാന്ന് പറഞ്ഞു, ബാക്കി ഉണ്ടായില്ല. പാവം. അവരുടെ ടീം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്.
അവരേതാ ഓരോ എനിക്ക് തോന്നുന്നു അന്തിക്കാട് മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. ഇപ്പൊ അതാ പുറത്ത് അതിന് പുറകിലായിട്ട് പുറനാട്ടുകരയുണ്ട്, വലപ്പാടുണ്ട്, അങ്ങനെ ഓരോ മേഖലയിൽ നിന്ന് ഓരോ രൂപതയിൽ നിന്നുള്ള പാപ്പാഞ്ഞിമാരിങ്ങനെ സംഘമായിട്ട് പോവാണ്. ഉഷാറല്ലേ എല്ലാവരും? എന്താണ് ഓരോ ടീമിനും ഓരോ വ്യത്യസ്തതകളുണ്ട്, ഓരോ അത്ഭുതങ്ങൾ അവർ കാത്തു വെച്ചിട്ടുണ്ടാവും. അതിൽ ചിലരാണെങ്കിൽ ഇത്തവണ നമുക്കൊരു വ്യത്യസ്തത കാണാൻ പറ്റിയത് ദേഹത്ത് ഈ ലൈറ്റ്സ് ഒക്കെ LED ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരു സംഘം ഇങ്ങനെ ഇറങ്ങുന്നത് കണ്ടു. മറ്റൊരു സംഘം കയ്യിൽ വർണ്ണ റിബണുകൾ കെട്ടി അവരിങ്ങനെ നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അടിച്ചു പൊളിച്ച് കളിക്കാൻ വേണ്ടിട്ട് അടിപൊളി അടിപൊളിയല്ലേ? എവിടുന്നാ വരുന്നത്? ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ അന്തിക്കാട് മേഖലയിൽ നിന്നുള്ള ആളുകളാണ്. അങ്ങനെ ഓരോ രൂപതയിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ കൃത്യമായി സജ്ജരായിരിക്കുകയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി തയ്യാറാകുന്നു. ശരി, അങ്ങനെ ഓരോരോ രൂപതയിൽ നിന്നുള്ള ആളുകൾ ഈ ഘോഷയാത്രയുടെ ഭാഗമാകാനായി എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. വർണ്ണാഭമായ കാഴ്ചയാണ് തൃശൂർ നഗരത്തിൽ കാണാൻ സാധിക്കുന്നത്. തൃശൂർ നഗരത്തെ ഇളക്കി മറിച്ച് സാന്താക്ലോസുമാർ അണിനിരക്കുന്ന ബോൺ നതാലെ അവിടെ നടക്കുകയാണ്. നഗരവീഥികളിൽ ചുവപ്പ് പടർത്തി പാപ്പാഞ്ഞിമാരും സംഘവും ആടിയും പാടിയും ഒക്കെ തിമിർക്കുകയാണ്. ക്രിസ്മസ് പുതുവർഷ ആഘോഷങ്ങളുടെ ഭാഗമായി തൃശൂർ അതിരൂപതയും തൃശൂർ പൗരാവലിയും ചേർന്നാണ് സാന്താക്ലോസ് റാലിയും ഘോഷയാത്രയും സംഘടിപ്പിക്കുന്നത്. വിവരങ്ങളാണ് നിഖിൽ പരമേശും സൂരജ് സജിയും നൽകിയത്.